യാത്രക്കാരൻ പുകവലിച്ചതിന് പിന്നാലെ വന്ദേ ഭാരത് ട്രെയിൻ നിർത്തി. CY കോച്ചിലാണ് യാത്രക്കാരൻ പുകവലിച്ചത്. ഓട്ടോമാറ്റിക്കായിട്ട് അലാറം അടിച്ചതിന് പിന്നാലെ ഓട്ടോമാറ്റിക്കായി ട്രെയിൻ നിന്നുപോയി. പരിശോധനയ്ക്ക് ശേഷം യാത്ര പുനരാരംഭിച്ചു. യാത്രക്കാരനെതിരെ നടപടി വരുമെന്ന് RPF അറിയിച്ചു. ശ്യാംകുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്യാം, വന്ദേ ഭാരതിൽ പുകവലിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പിന്നെ ആൾക്കാർ വലിക്കുകയാണല്ലോ. സാധാരണ പാസഞ്ചറിലും എക്സ്പ്രസ്സിലും ഒക്കെ യാത്ര ചെയ്ത അനുഭവത്തിലാകാം വന്ദേ ഭാരതിൽ കയറിയ ശേഷവും പുക വലിച്ചത്. അങ്ങനെ പുക വലിച്ചതോടെയാണ് ആലുവയ്ക്ക് സമീപം എത്തിയതോടെ ട്രെയിൻ രാവിലെ 9 മണിയോടെ ട്രെയിനിലെ സ്മോക്ക് അലാം അടിക്കുന്നത്. ഇതോടെ ട്രെയിൻ ലോക്കോ പൈലറ്റ് നിർത്തുകയും ചെയ്തു. തുടർന്ന് പരിശോധനകൾ നടത്തി. ഇതോടെയാണ് പുക വലിച്ചതിനെ തുടർന്നാണ് വന്ദേ ഭാരതിൽ സ്മോക്ക് അലാം ഉണ്ടായത് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ട്രെയിനിനുള്ളിൽ HD മികവുള്ള CCTV ക്യാമറകളുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് പുകവലിക്കാരനെ കണ്ടെത്താനാണ് ശ്രമം. 23 മിനിറ്റാണ് ട്രെയിൻ നിർത്തിയിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പിടികൂടുന്ന യാത്രക്കാരിൽ നിന്ന് ഭീമമായ ഒരു തുക പിഴയായി ഈടാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. RPF ആണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും വന്ദേ ഭാരതിൽ പുകവലിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി യാത്രക്കാർക്ക് നൽകിയ ശേഷമാണ് ട്രെയിൻ വീണ്ടും യാത്ര കാസർഗോട്ടേക്ക് പുനരാരംഭിച്ചത്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. ശ്രീകണ്ഠൻ നായർ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു, വിഴിഞ്ഞം റിംഗ് റോഡിന് സ്ഥലം വിട്ടുകൊടുത്ത് എല്ലാവരും കഷ്ടത്തിലാണ്, കാശൊന്നും കിട്ടിയിട്ടില്ല എന്ന്. അധികാരികൾ ശ്രദ്ധിക്കുക.